ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണോ? ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സും കൂടി ദുബായിലെ അജ്മാനിലെ അൽസറ ബീച്ചിൽ ചൂണ്ടയിടുന്നതാണ് നമ്മൾ കാണുന്നത്. നാട്ടിൽ വന്നാലും ചൂണ്ടയിടൽ തന്നെ. അങ്ങ് ദുബായിൽ പോയാലെങ്കിലും ചൂണ്ടയിടലിൽ നിൽക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവിടെയും ചൂണ്ടയിടൽ തന്നെയാണ്. ഈ കാണുന്ന മീനിനെ കണ്ടോ? ഇതാണ് നൈസർ. ദുബായിൽ ഇതിന് നൈസർ എന്നാണ് പറയുന്നത്. നാട്ടിൽ ഇതിന് ചെപ്പേരി എന്ന് പറയും. ഇതാണ് കൂടുതൽ ഇവിടെ കിട്ടുന്ന മീൻ. ഏട്ടന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മീനെല്ലാം നൈസറായിരുന്നു. ഏട്ടന് അപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു നെഹ്റൂറിനൊന്ന് കിട്ടിയേ കൊള്ളായിരുന്നു. കാരണം നെഹ്റൂറിന് ഭയങ്കര ടേസ്റ്റാണ്. നെഹ്റൂറിന് കിട്ടിയിരുന്നെങ്കിലെന്ന് ആലോചിച്ചപ്പോഴത്തേനും അടുത്ത ചൂണ്ടയിടലിന് കുരുങ്ങിയതോ നെഹ്റൂർ തന്നെ. ദേ വരുന്നു, ഇവനാണ് നമ്മുടെ താരം നെഹ്റൂർ. ഇവനെ കിട്ടിയതോടെ ഏട്ടന് സന്തോഷമായി. ഒരു നെഹ്റൂറെങ്കിലും നമുക്ക് കിട്ടിയല്ലോ എന്നോർത്ത്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമുക്ക് കൂടുതൽ കിട്ടുന്ന മീൻ നൈസറായിരുന്നു എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെഹ്റൂറിനെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ കാണണം. അവസാനം നമുക്കൊരു മീനിനെ കിട്ടുന്നുണ്ട്. ഏത് മീനാണെന്നറിയാവോ? അല്ലേ വേണ്ട, അത് നിങ്ങൾ കാണും, എന്നിട്ട് ലാസ്റ്റ് ഞാൻ പറയാം. ഇത് സുമേഷ് ഏട്ടൻ, ഏട്ടൻ്റെ കൂട്ടുകാരനാണ്. സുമേഷ് ഏട്ടൻ വലിയ മീനിനെ പിടിക്കാനാണ് ചൂണ്ടയിടുന്നത്. സുമേഷ് ഏട്ടൻ ഇപ്പോൾ വലിച്ചു കയറ്റിയിരിക്കുന്നത് ഒരു ക്യൂൻ ഫിഷിനെയാണ്. ഫൗൾ ഹുക്ക് ആയതുകൊണ്ടിട്ടാണ് മീനിങ്ങനെ തലകുത്തി കിടക്കുന്നത്. ഈ കാണുന്നതാണ് ക്യൂൻ ഫിഷ്. ഇത് സുമേഷ് ഏട്ടൻ വേറൊരു ദിവസം പിടിച്ചതാണ്. ഇവിടെ കൂടി കപ്പൽ പോകുന്നുണ്ട് കേട്ടോ. ഇത് ഒരു കപ്പൽച്ചാൽ കൂടിയാണ്. ഏട്ടന് സമയം കിട്ടുമ്പോഴെല്ലാം ഇവിടെയാണ് പോകാറുള്ളത്. പോയിട്ട് വരുന്നതോ കൈ നിറയെ മീനും കൊണ്ടായിരിക്കും. നെഹ്റൂറിനെ പിടിക്കാനാണ് ഏട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് കറി വെച്ചായാലും വറുത്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, ഒരു ദിവസം ലീവ് കിട്ടിയാൽ ഏട്ടനെ പോലെ ഒത്തിരി പേര് ഇവിടെ വന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് കാണാവുന്നതാണ്. ഈ മീനെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സോഫ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷാഡാണ്. ഇതിലാണ് കുറേ മീൻ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാനിടുന്ന ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിനു മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങളോട്. ലാസ്റ്റ് ഏട്ടൻ പിടിക്കുന്ന മീൻ ഏതാണെന്ന് കാണാം. അത് വേറൊന്നുമല്ല, കടക്കറൂപ്പാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ കിട്ടിയ കടക്കറൂപ്പ് ചെറുതായത് കൊണ്ടിട്ട് അതിനെ തിരിച്ചു വിടുകയാണ് ചെയ്തത്. അത് ഒത്തിരി വലുതാവുന്ന മീനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.